നവരാത്രി ആഘോഷങ്ങൾക്ക് ഒരുങ്ങി തിരുവനന്തപുരം പൂജപ്പുര 12 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. വിശേഷാൽ പൂജകൾക്കൊപ്പം വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് പൂജപ്പുര സരസ്വതി ദേവി ക്ഷേത്രത്തിൽ കലാപരിപാടികൾ അടങ്ങുന്ന വിപുലമായ ആഘോഷങ്ങളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. സരസ്വതി മണ്ഡപത്തിലും ചിത്തിര തിരുനാൾ ഓഡിറ്റോറിയത്തിലുമായി രാപകൽ ഭേദമന്യേ വിവിധ പരിപാടികൾ അരങ്ങേറും. ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് നവരാത്രി ആഘോഷങ്ങൾക്കായി സരസ്വതി ദേവി ക്ഷേത്രത്തിലേക്ക് എത്തുക. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ക്ഷേത്ര ജനകീയ സമിതി ഭാരവാഹികൾ അറിയിച്ചു. നമ്മുടെ ഈ ആയുസ്സിലെ ഒരു മനുഷ്യായുസ്സിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് ഞങ്ങളെല്ലാം കരുതുന്നത്. ഞങ്ങളെല്ലാം ഒരേ മനസ്സോടുകൂടി അതിഗംഭീരമാക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. നമ്മളെല്ലാം 11 വിവിധ മേഖലകളായി തിരിച്ചിട്ടുണ്ട്. എല്ലാം സെപ്പറേറ്റ് 1200 കുഞ്ഞുങ്ങളാണ് വിദ്യാരംഭം കുറിക്കുന്നത്. അതിനടക്കം നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. വിദ്യാരംഭം ഞങ്ങൾ 1500 കുഞ്ഞുങ്ങളെയാണ് പ്രതീക്ഷിക്കുന്നത്. കാവടി ഇതെല്ലാം സിസ്റ്റമായിട്ട് നടക്കുന്നത്. ഇനി വരുന്ന 14 നാളുകൾ രാപകൽ വ്യത്യാസമില്ലാതെ വിവിധ കലാപരിപാടികളോടെയും ആചാരാനുഷ്ഠാനങ്ങളോടെയും ആരംഭിക്കുകയാണ്. നാട്ടിലെ നാനാഭാഗത്തു നിന്നുള്ള 10,000-കണക്കിന് ആളുകളാണ് ഈ ഉത്സവം ദർശിക്കുവാനായി ഇവിടെ എത്തുന്നത്. ഇവിടുത്തെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഇവിടുത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, അതുപോലെ ആർട്സ് ക്ലബ്ബുകൾ, സ്പോർട്സ് ക്ലബ്ബുകൾ തുടങ്ങിയ എല്ലാ സാംസ്കാരിക സംഘടനയും നമ്മളൊപ്പം കൈകോർത്ത് നിന്നുകൊണ്ടാണ് ഈ ഉത്സവം വിജയിപ്പിക്കുന്നത്. സംഗീതജ്ഞരെ ആദരിക്കുന്നതിന് വേണ്ടി പൂജപ്പുര സരസ്വതി ദേവി ക്ഷേത്ര ജനകീയ സമിതി ഏർപ്പെടുത്തിയ വാണിമണി പുരസ്കാരം M. ജയചന്ദ്രന് ഇന്ന് സമ്മാനിക്കും. നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് വിജയദശമി ദിനമായ ഒക്ടോബർ 2 രാവിലെ 5:30 മുതൽ വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിക്കും. ഇത്തവണയും നിരവധി കുഞ്ഞുങ്ങൾ ആദ്യാക്ഷരം കുറിക്കാൻ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.